റേഡിയോ ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേജ് ലൈറ്റിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഐറ്റമാണ് DMX 512 എന്ന് പറയുന്നത്. ഒന്നിലധികം ലൈറ്റുകൾ നമ്മൾ ഒന്നിച്ചൊരൊറ്റ കൺട്രോളറിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മൾട്ടിപ്ലക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു മൾട്ടിപ്ലക്സ് ആണ് DMX 512 എന്ന് പറയുന്നത്. ഇതൊരു അനലോഗ് മൾട്ടിപ്ലക്സ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് SM എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ DMX 512ന്റെ കൂടുതൽ വിശേഷങ്ങളും ഇതിന്റെ കുറച്ച് ബേസിക്സും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നമ്മുടെ കയ്യിൽ സ്റ്റേജ് ലൈറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള പാർലൈറ്റുകളും ഷാർപ്പിയും ഇത്തരത്തിലുള്ള DMXകളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ സ്റ്റേജ് ലൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ വീഡിയോയിലും അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ DMX 512ന്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ നോക്കാം. DMXന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ മൾട്ടിപ്ലക്സ് എന്നാണ്. വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഒന്നിലധികം സ്റ്റേജ് ലൈറ്റുകൾ ഒന്നിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള DMXകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു DMX 512ന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനകത്തിൽ ഒരു ഔട്ട്പുട്ടിൽ നിന്ന് 512 ചാനൽസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു DMX 512 എന്ന് പറയുന്ന ഒരു സിംഗിൾ കൺട്രോളർ ഉപയോഗിച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് 64 പാർ ലൈറ്റുകളോ അല്ലെങ്കിൽ 32 ഷാർപ്പികൾ വരെയും ഈ ഒരു സിംഗിൾ കൺട്രോളർ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഈ ഒരു സിംഗിൾ ഔട്ടിൽ നിന്നാണ് ഈ പറയുന്ന ഇത്രയും നമ്പർ ഓഫ് ലൈറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു മെറ്റൽ ബിൽഡാണ് വരുന്നത്. ഇതിന് മുൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള പോർട്ട് കാണാൻ സാധിക്കും. പവർ കോഡ് അല്ലെങ്കിൽ പവർ കേബിൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ആദ്യത്തെ ലൈറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു DMX ഔട്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ, അതായത് DMX 512 വെച്ചിട്ട് എങ്ങനെയാണ് പാർ ലൈറ്റുകൾ കൺട്രോൾ ചെയ്യുന്നതെന്നും ചേസർ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ പറയാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് വരും വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ കുറേ ബട്ടൺസും കുറേ സ്ലൈഡറുകളും അതുപോലെ ഒരു കുഞ്ഞ് ഡിസ്പ്ലേയും കാണാൻ പറ്റും. ഇതിനകത്തുള്ള പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാനും അതിന് കൂടുതൽ ഇൻഫർമേഷൻസിനൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ചെറിയ 7 സെക്കൻഡ് ഡിസ്പ്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിനകത്തിൽ ഓരോ സെറ്റ് ബട്ടൺസും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ഏറ്റവും ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് 1 മുതൽ 12 വരെയുള്ള 12 സ്കാനർ ബട്ടണുകൾ കാണാൻ സാധിക്കും. ഈ ഒരു സ്കാനർ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ലൈറ്റുകൾ, നമ്മളിപ്പോൾ ഒന്നിലധികം ലൈറ്റുകൾ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൽ ഓരോ ലൈറ്റും അഡ്രസ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ ലൈറ്റും സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന 1 മുതൽ 12 വരെയുള്ള സ്കാനർ ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്. ഏത് ലൈറ്റാണ് സെലക്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടി അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു പച്ച LED കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 3 പാർ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 1 എന്ന് പറയുന്നത് ആദ്യത്തെ പാർ ലൈറ്റ് ആയിരിക്കും, 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർ ലൈറ്റ് ആയിരിക്കും, 3 എന്ന് പറയുന്നത് മൂന്നാമത്തെ പാർ ലൈറ്റ് ആയിരിക്കും. സോ സിംഗിൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓരോ ലൈറ്റും സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ കാണുന്ന സ്കാനർ ബട്ടൺസ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ DMXന്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് 8 സീൻ ബട്ടൺസ് കാണാൻ പറ്റും. ഈ സീൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സീൻ എന്ന് ആലോചിക്കേണ്ട, കളർ ബട്ടൺസ് എന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ഓരോ പാർ ലൈറ്റിനും ഓരോ കളർ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു 1 മുതൽ 8 വരെയുള്ള സീൻ ബട്ടൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ പാർ ലൈറ്റിൽ ഒരു നീല കളർ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ഈ സീൻ ബട്ടൺ 1ൽ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സീൻ ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പാർ ലൈറ്റിൽ നീല കളർ വരും. അപ്പോൾ അത്തരത്തിൽ ഓരോ പാർ ലൈറ്റിനും നിങ്ങൾക്ക് വേണ്ട കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാണുന്ന സീൻ ബട്ടൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ 8 സീൻ ബട്ടൺ നമുക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കൊരു 8 സ്ലൈഡറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡറുകൾ 8 എണ്ണം ആണെങ്കിലും ഇത് 16 സ്ലൈഡറിന്റെ ജോലിയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന പേജ് സെലക്ടർ ബട്ടൺ ആദ്യത്തെ വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന 1 മുതൽ 8 വരെയുള്ള ചാനലായിട്ടായിരിക്കും ഈ ഒരു സ്ലൈഡർ പ്രവർത്തിക്കുന്നത്. ഇനി പേജ് സെലക്ടർ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 9 മുതൽ 16 വരെയുള്ള കൺട്രോളറായിട്ട് അല്ലെങ്കിൽ സ്ലൈഡറായിട്ട് ഈ ഒരു സ്ലൈഡർ പ്രവർത്തിക്കും. സോ 8 സ്ലൈഡറേ ഉള്ളെങ്കിലും 16 സ്ലൈഡറിന്റെ ജോലി ഇത് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിന്റെ ഓരോ ഫംഗ്ഷൻസും നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാനാണ്. നമുക്ക് ഇതിനകത്ത് ഓരോന്നും ഇന്ന ഫംഗ്ഷൻ ഉള്ളതാണെന്ന് പറയാൻ സാധിക്കില്ല. ഓരോ ലൈറ്റിന് ഓരോ രീതിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റ് കണക്ട് ചെയ്ത ശേഷം ഈ ഒരു സ്ലൈഡർ ഓരോന്ന് മൂവ് ചെയ്ത് നോക്കിയിട്ട് ഓരോ സ്ലൈഡറിന്റെയും ഫംഗ്ഷൻസ് എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പൊതുവേ നമ്മൾ പാർ ലൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ 3 സ്ലൈഡർ എന്ന് പറയുന്നത് നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് വേണ്ട സീൻ സെലക്ട് ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ 8 സ്ലൈഡർ വരുന്നുണ്ട്. 8 സ്ലൈഡർ ആണെങ്കിലും 16 സ്ലൈഡറിന്റെ ജോലി ഈ കാണുന്ന സ്ലൈഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീഡും ഫേഡ് ടൈമും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 സെപ്പറേറ്റ് സ്ലൈഡറുകൾ
അതിന് തൊട്ട് വലതുവശത്തായിട്ട് വരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് 2 സെറ്റ് ബട്ടൺസ് ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഏറ്റവും വലതുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് 6 ചേസ് ബട്ടൺ, ചേസ് 1 മുതൽ ചേസ് 6 വരെയുള്ള 6 ചേസ് ബട്ടൺ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചേസർ ഡിസൈനുകൾ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 2 പാർലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ വട്ടം ആദ്യത്തെ പാർലൈറ്റ് പച്ച കത്തണം, അതിനുശേഷം രണ്ടാമത്തെ പാർലൈറ്റ് പച്ച കത്തണം, അതിനുശേഷം ആദ്യത്തെ പാർലൈറ്റ് ചുവപ്പ് കത്തണം, ശേഷം രണ്ടാമത്തെ പാർലൈറ്റ് ചുവപ്പ് കത്തണം, അതുപോലെ നീല കത്തണം. അത്തരത്തിൽ ഒരു ചേസർ പോകുന്നത് പോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്, ഡിസൈൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ പറയുന്ന ചേസ് ബട്ടണുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ചേസറുകൾ സേവ് ചെയ്യാനായിട്ടാണ് ഈ കാണുന്ന ചേസ് 1 മുതൽ ചേസ് 6 വരെയുള്ള ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് സിഗ്നൽ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യാൻ വേണ്ടി താഴെ ഒരു ബ്ലാക്ക് ഔട്ട് ബട്ടൺ വരുന്നുണ്ട്. ഇനി അതിന് തൊട്ട് ഇടതുവശത്തായിട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ടും താഴോട്ടൊരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഓരോ ചേസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണ്. പിന്നെ ഇനി താഴേക്ക് കാണുന്നത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണുകളാണ്. അപ്പോൾ ആദ്യം ഒരു പ്രോഗ്രാം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഓരോ സീനുകളും പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഫങ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു കളർ സെറ്റ് ചെയ്തിട്ട് അത് ഈ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു ആഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓട്ടോ ഓർ ഡിലീറ്റ്, നിങ്ങൾക്ക് വേണ്ടാത്ത പ്രോഗ്രാമുകൾ ഡിലീറ്റ് ചെയ്യാനും ഓട്ടോ മോഡ് ഓൺ ചെയ്യാനായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി മ്യൂസിക് കൺട്രോൾ ഓൺ ആക്കാൻ വേണ്ടി തൊട്ട് താഴെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ ചേസ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും താഴെ ഒരു ബട്ടൺ നമുക്ക് വരുന്നുണ്ട്. സോ ഇത്രയും ബട്ടണുകളാണ് നമുക്കൊരു DMX 512 വരുന്നത്. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് ഓരോ ബട്ടണുകൾ എന്തിനൊക്കെ ഉള്ളതാണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇത് വെച്ചിട്ട് ചേസ് ഡിസൈനൊക്കെ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അധികം വൈകാതെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ കാണിച്ചിരിക്കുന്ന DMX 512 ഇതിൻ്റെ മുകളിലുള്ള കൺട്രോളറും അതുപോലെ പാർ ലൈറ്റുകളും ഷാർപ്പികളും എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ എൻക്വയറി ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം നോർത്ത് പരവൂരിലും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തായിട്ടാണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. സോ LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.